ഹലോ, നമ്മളെ പൊന്നാനി ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമായിട്ട് നമ്മളെ ഓർമ്മകളുടെ കടവത്ത് എന്ന പേരിൽ നമുക്കറിയാം, ഞങ്ങളെടുത്ത വാർഷിക ദിനം നടക്കുന്ന സമയത്താണ് ലോഗോ പ്രകാശനമൊക്കെ നടത്തിയത്. അന്ന് ഞാൻ കണ്ടെങ്കിലും നിങ്ങൾ ഇത്രയും ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്ന് അത്ര ബോധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ എന്നെ വളരെ സീരിയസ് ആയി ക്ഷണിച്ചെങ്കിലും എനിക്ക് വ്യക്തിപരമായി ഇന്നലെ വരാൻ പറ്റാത്തതിലുള്ള ഏറ്റവും വലിയ സങ്കടം, പ്രയാസം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. എന്നാലും ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് പാലക്കാട് എൻ്റെ തന്നെ ഒരു പുതിയതായി എടുത്ത ഒരു സ്കൂളിൽ അവിടെ ഒരു പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനമായിരുന്നു. ബഹുമാനപ്പെട്ട പാലക്കാട് MP ആയിരുന്നു അവിടെ ഉദ്ഘാടകൻ. ഞാൻ സ്വാഗതം പറയുന്ന ഒരു ചടങ്ങായിരുന്നു. ആയതുകൊണ്ടും ഞങ്ങളവിടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അത് ആകെ ബഹളമാവുന്നു കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൽ അതിയായ ദുഃഖം ഞാൻ ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ പങ്കുവെക്കുകയാണ്. പക്ഷെ എന്നാലും ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ എന്നെ ഏറെ, ഇന്നലെ ഞാൻ രാത്രി പൊലച്ചയോടുകൂടിയാണ് പൊന്നാനിയിൽ വരുന്നത്. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് കണ്ടപ്പോൾ ആ ഫോട്ടോസ് ഓരോന്നോരോന്നായി ഞാനിങ്ങനെ നോക്കിക്കൊണ്ടും അതിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന പങ്കാളിത്തം നോക്കിക്കൊണ്ടും വീഡിയോസ് കണ്ടുകൊണ്ടും ഞാൻ വളരെ സുസൂക്ഷ്മമായിട്ട് ഞങ്ങളെ ഗ്രൂപ്പ് പരിശോധിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേ എനിക്ക് തോന്നി ഇത് വരാത്തത് വലിയ നഷ്ടബോധമായി പോയി എന്ന്. നിങ്ങളെ കുട്ടിക്കാലം പോലെയുള്ളതായ രീതിയിലുള്ള അസംബ്ലിയും പരിപാടികളും പത്രവാഹനങ്ങളും നിങ്ങളെ പരിപാടികളിലും കണ്ടപ്പോൾ ഇത്രയുള്ള ഒരു പഞ്ച് പ്രോഗ്രാം എനിക്ക് നഷ്ടമായല്ലോ എന്ന് ഞാൻ പൊലച്ചക്ക് ആലോചിച്ചിട്ടായിരുന്നു ഞാൻ ഇന്ന് ഇവിടെ വീട്ടിൽ വന്നത്. രാവിലെ ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഇവിടെ സ്കൂളിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഒരു കൂട്ടം ഇത്രയും എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം തന്നെ ഇവിടെ പൊരിഞ്ഞ പണിയാണ്. കാരണം നമ്മുടെ ചുമതല ഇന്നലെയൊക്കെ ആഘോഷങ്ങൾ കഴിഞ്ഞ് അതുവഴി പോയി കിടന്നുറങ്ങുക എന്നുള്ളതായിരുന്നു പൊതുവെ സാധാരണ സംഘാടകർ പലരും കാണുക. എന്നെ എപ്പെങ്കിലും വരാൻ നോക്കാം അപ്പോൾ എന്തെങ്കിലും. എന്നാൽ ഇന്ന് അതിനേക്കാളേറെ അഭിമാനകരമാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ വന്ന് എല്ലാ രീതിയിലുള്ളതായ പേപ്പറുകളോ കച്ചറകളോ കാട്ടങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കിയെടുത്ത് കത്തിക്കണം. ആ രീതിയിൽ ഇത് ക്ലീൻ ചെയ്യണം. ഇത് അടിച്ചുവാരിക്കൊണ്ടിരിക്കുക. ഇത്രയും എന്റെ കൂടെ നിൽക്കുന്ന ഇത്രയേറെ ചെറുപ്പക്കാരൊക്കെ തന്നെ ആ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കഴിഞ്ഞ് ആ സ്ഥലം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത്രയും നിങ്ങൾ കാണിക്കുന്ന താല്പര്യമൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഇതിവിടെ ഈ പ്രദേശത്തിന്റെ തന്നെ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. ഇത് ഇങ്ങനെ ഈ വിദ്യാലയത്തിന്റെ പിറകിൽ ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വളർന്നു വരുന്നു എന്ന് പറയുന്നത് നമുക്ക് നാട്ടിന് തന്നെ അതൊരു വിദ്യാലയത്തിന്റെ മാത്രമായി കണ്ട നാട്ടിന്റെ അഭിമാനമാണ് എന്നാണ് ഇനി എനിക്ക് പറയാൻ കഴിയുക. എന്നെ സംബന്ധിച്ച് എനിക്ക് 48 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ മാനേജറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിലെല്ലാം തന്നെ എനിക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ കണ്ടുമുട്ടാൻ പറ്റുന്നത് പൊന്നാനി സ്കൂളിലാണ്. അതിലും ചില്ലറക്കാരല്ല, എല്ലാം വലിയ 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 വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് ഇവിടെ ഇത്രയും ഏറെ വന്ന് മുറ്റടിച്ചു വാരി ക്ലീൻ ചെയ്യുന്നത് കൂടി കാണുമ്പോൾ ഇത് നമ്മുടെ സംസ്കാരമാണ് കാണിക്കുന്നത്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടായ PTA പ്രസിഡന്റ് കൂടി ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അദ്ദേഹത്തിനെ കാണിക്കും. PTA പ്രസിഡന്റാണ്. ഞാൻ ഈ വരുന്ന സ്കൂളിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയ PTA പ്രസിഡന്റ്. അദ്ദേഹത്തിന് ആ ഇയർ കഴിയുമ്പോൾ തന്നെ അദ്ദേഹം ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് അദ്ദേഹം ഒരു സൽക്കാരം തന്നതുപോലും ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2 വർഷത്തിന്റെ ഗ്യാപ്പിൽ ഈ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് അദ്ദേഹം പോലും ഈ പരിപാടി പങ്കെടുക്കാൻ വന്നിരിക്കുന്നു. എന്നാൽ അതുപോലെ പലരും ഇന്നലെ വന്നിരുന്ന കൂട്ടായ്മയിൽ പല സ്ഥലങ്ങളിൽ നിന്നുമായി ഒത്തുചേർന്നുകൊണ്ട് നിങ്ങൾ എത്രയോ വർഷക്കാലങ്ങളുടെ ഒരു പഴമ അവരുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നമ്മളെ ഓർമ്മകളുടെ കടവത്ത് എന്ന് പറയുന്നത് വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നരിപ്പറമ്പിലൊക്കെ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെയൊക്കെ ബോർഡുകളും വരുന്ന വഴിക്ക് എല്ലാം ബോർഡുകളടക്കം വെച്ചുകൊണ്ട് ഒരു വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഇത് ഈ വിദ്യാലയത്തിന് ഏറെ അഭിമാനിക്കാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിന് തന്നെ അഭിമാനകരമാണ്. ഈ ഒരു വലിയ കൂട്ടായ്മ കൂടെ വളർന്നു വരികയും എക്കാലവും നല്ല സന്തോഷപ്രദമായ കൂടിച്ചേരലുകൾ നമുക്ക് ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ടും ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും ഇന്നലെ വരാൻ സാധിക്കാത്തതിലുള്ള അതിയായ ദുഃഖം കൂടെ രേഖപ്പെടുത്തിക്കൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഭയങ്കര കൊടുക്കാൻ